മോദി അമിത്ഷാ കൂട്ടുകെട്ടിനെതിരെ അതൃപ്തി പ്രകടമാക്കി ഇൻഡോറിലെ സിറ്റിംഗ് എംപിയും സ്പീക്കറുമായ സുമിത്ര മഹാജനും. ഇൻഡോറിൽ ഇതുവരെ ബിജെപി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. മത്സരിക്കാനില്ലെന്ന് കാട്ടി അമിത്ഷായ്ക്ക് സുമിത്ര കത്തയച്ചു. അതേസമയം അസംതൃപ്തരായ മുതിർന്ന ബിജെപി നേതാക്കളെ ലക്ഷ്യമിട്ട് കോൺഗ്രസിന്റെ തന്ത്രം. മുരളി മനോഹർ ജോഷിക്ക് കോൺഗ്രസ് വാരണാസി സീറ്റ് വാഗ്ദാനം ചെയ്തു. फर्क नहीं पड़ता है, ताई पार्टी के लिए है। पहले भी मैंने कहा था मैं पार्टी की कार्यकर्ता हूँ, नहीं तो मैं अभी तक वही बातें कर. സന്തോഷ് സർലിംഗ് ചേരുന്നു ദില്ലിയിൽ നിന്ന്. സന്തോഷ്, അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുകയാണ് ബിജെപിക്കുള്ളിലെ രാഷ്ട്രീയ വികാസങ്ങൾ. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിവരങ്ങൾ? ആനന്ദ്, കൂടുതൽ നേതാക്കൾ ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ നയങ്ങളിലും നിലപാടുകളിലും പ്രതിഷേധിച്ച രംഗത്തെത്തിയിരിക്കുകയാണ്. നരേന്ദ്രമോദിയുടെ ഏകാധിപത്യത്തിൽ ലോക്സഭാ സീറ്റ് പോലും നിഷേധിക്കപ്പെട്ട ബി.ജെ.പി. സ്ഥാപക നേതാവായ മുരളി മനോഹർ ജോഷി കോൺഗ്രസിലേക്കെന്ന സൂചന രാവിലെ തന്നെ പുറത്തു വന്നിരുന്നു. കോൺഗ്രസ് നേതാക്കൾ പലതവണ മുരളി മനോഹർ ജോഷിയുമായി ചർച്ച നടത്തി. 2014 വരെ അദ്ദേഹം പ്രതിനിധീകരിച്ചിരുന്ന വാരണാസി ലോക്സഭാ മണ്ഡലം കോൺഗ്രസ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ സമാജ്വാദി നേതാവ് അഖിലേഷ് യാദവ് മുരളി മനോഹർ ജോഷിയുമായി സംസാരിച്ചു. വാരണാസിയിൽ പ്രതിപക്ഷത്തിന്റെ സംയുക്ത സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. വാരണാസിയിലെ 2014 വരെ MP ആയിരുന്നു മുരളി മനോഹർ ജോഷി. പിന്നീട് മോദി അദ്ദേഹത്തെ അവിടെ നിന്നും മാറ്റി. ഇപ്പോഴാകട്ടെ മത്സരിക്കാൻ ഒരു സീറ്റ് പോലും നൽകിയിട്ടില്ല. ഇതിനെതിരെയൊക്കെ ജോഷി കേന്ദ്ര നേതൃത്വത്തിലെ നേതാക്കളോട് പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്തായാലും ഇതിനിടയിൽ തന്നെയാണ് LK അദ്വാനിയും ബ്ലോഗിലൂടെ ബി.ജെ.പിയെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിന് പിന്നാലെ ഇപ്പോൾ ലോക്സഭാ സ്പീക്കർ സുമിത്ര മഹാജനും ബി.ജെ.പിയുടെ സീറ്റ് നിർണയ നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ദേശീയ അധ്യക്ഷൻ അമിത്ഷയ്ക്ക് കത്തെഴുതിയിരിക്കുന്നു. താൻ ഇനി മത്സരിക്കാനില്ല എന്നാണ് സുമിത്ര മഹാജൻ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 8 തവണയായി മധ്യപ്രദേശിലെ ഇൻഡോർ മണ്ഡലത്തിലെ MP കൂടിയാണ് സുമിത്ര മഹാജൻ. ഇനി അവിടെ മത്സരിക്കില്ല, പകരം മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താനും അദ്ദേഹം ഈ അമിത്ഷയ്ക്കെതിരെ കത്തിൽ സുമിത്ര മഹാജൻ ആവശ്യപ്പെടുന്നുണ്ട്. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട സുമിത്ര മഹാജനാണ് പറഞ്ഞത് പാർട്ടി സംഘടനാ സംവിധാനത്തിന്റെ ഭാഗമായാണ് കത്തെഴുതിയിരിക്കുന്നതെന്നാണ്. എന്തായാലും മുതിർന്ന നേതാക്കൾക്ക് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ വലിയ എതിർപ്പുണ്ട്. അതാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആനന്ദ്. സന്തോഷ് സർലിംഗ് ആണ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. MK രാഘവൻ 5 കോടി രൂപ കോഴ ആവശ്യപ്പെട്ടത് നഗ്നമായ തെരഞ്ഞെടുപ്പ് അഴിമതിയെന്ന് P. മോഹനൻ. രാഘവന്റെ കരച്ചിൽ തിരക്കഥ പ്രകാരം തയ്യാറാക്കിയതാണ്. വാർത്തയ്ക്ക് പിന്നിൽ CPIM ആണെന്ന ആരോപണം ബാലിശമെന്നും P. മോഹനൻ അഭിപ്രായപ്പെട്ടു. അതേസമയം രാഘവന്റെ കോഴയെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഒഴിഞ്ഞുമാറി. കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി MK രാഘവൻ കോഴ വിവാദത്തിൽ കുടുങ്ങിയതിനു പിന്നിൽ CPIM ആണെന്ന രാഘവന്റെയും കോൺഗ്രസ് നേതാക്കളുടെയും ആരോപണത്തിനെതിരെയാണ് ശക്തമായ പ്രതികരണവുമായി CPIM ജില്ലാ നേതൃത്വം രംഗത്തെത്തിയിരിക്കുന്നത്. ഈ ആരോപണം തെളിയിക്കാൻ MK രാഘവനെ CPIM ജില്ലാ സെക്രട്ടറി P. മോഹനൻ വെല്ലുവിളിച്ചു. നടന്നത് നഗ്നമായ അഴിമതിയാണ്. കോഴ ആരോപണത്തിന് മറുപടി പറയാതെ രാഘവൻ കരച്ചിൽ നാടകം നടത്തുകയാണ്. രാഘവന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകണമെന്നും P. മോഹനൻ ആവശ്യപ്പെട്ടു. തികച്ചും ബാലിശമായ ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. ഈ ആരോപണം തെളിയിക്കാൻ ശ്രീ MK രാഘവനെ ഞങ്ങൾ CPIMന്റെ ജില്ലാ നേതൃത്വം വെല്ലുവിളിക്കുകയാണ്. ആ ആരോപണം തെളിയിക്കാൻ അദ്ദേഹത്തിന് ബാധ്യതയുണ്ട്. ഉത്തരവാദപ്പെട്ട ഒരു ജനപ്രതിനിധി ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത് സമൂഹത്തിൽ ഇത് വെളിവാക്കപ്പെട്ടതോടെ സ്വയം അപഹാസ്യനായതിനെ തുടർന്ന് ഉണ്ടായ ഗതികേട് കൊണ്ട് മാത്രമാണ് എന്ന് പറയേണ്ടി വരും. MK രാഘവനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയതായും P. മോഹനൻ അറിയിച്ചു. അതേസമയം രാഘവൻ കോഴ ആവശ്യപ്പെട്ട വാർത്തയെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഒഴിഞ്ഞുമാറി. ചോദ്യങ്ങൾ ഉന്നയിച്ച മാധ്യമപ്രവർത്തകരോട് ചെന്നിത്തല ക്ഷുഭിതനായി. എനിക്കിതേ സംബന്ധിച്ച് പറയാനുള്ളതൊക്കെ ഞാൻ മുഖത്ത് വെച്ചും പറഞ്ഞു, ഇവിടെ വെച്ചും പറഞ്ഞു. ഇനി എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും പറയാനില്ല. താങ്ക് യു വെരി മച്ച്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. MK രാഘവൻ 5 കോടി രൂപ കോഴ ആവശ്യപ്പെട്ട സംഭവത്തിൽ കളക്ടർ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രാഥമിക റിപ്പോർട്ട് നൽകും. ഒളിക്യാമറ ദൃശ്യങ്ങളുടെ ആധികാരികത ഉറപ്പാക്കണമെങ്കിൽ ശാസ്ത്രീയ പരിശോധന വേണ്ടിവരുമെന്ന് കളക്ടറുടെ റിപ്പോർട്ടിൽ പറയുന്നതായാണ് സൂചന. ഹോട്ടൽ തുടങ്ങുന്നതിനായി ഭൂമി ലഭ്യമാകാൻ സഹായം ആവശ്യപ്പെട്ട് MP സമീപിച്ചവരോട് 5 കോടി കോഴയായി ആവശ്യപ്പെട്ടുവെന്നാണ് MK രാഘവനെതിരായ വാർത്ത പുറത്തായതിനു പിന്നാലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. ബിജെപിക്കെതിരായ വോട്ടുകൾ എങ്ങനെ ഛിന്നഭിന്നമാക്കാമെന്നാണ് കോൺഗ്രസിന്റെ ചിന്തയെന്ന് മുഖ്യമന്ത്രി.
BJPക്ക് സ്ഥാനാർത്ഥിയില്ലാത്ത വയനാട്ടിൽ മത്സരിക്കുന്നതിലൂടെ രാഹുൽ രാജ്യത്തിന് നൽകുന്നത് തെറ്റായ സന്ദേശം. ദില്ലിയിലും UPയിലും കോൺഗ്രസ് കൈക്കൊണ്ട സമീപനം BJPയെ സഹായിക്കുന്നത്. BJP തകരണം എന്നതിന് ഉതകുന്ന നിലപാടാണോ കോൺഗ്രസ് കൈക്കൊള്ളുന്നതെന്ന് പരിശോധിക്കണമെന്നും പിണറായി പത്തനംതിട്ടയിൽ ആവശ്യപ്പെട്ടു. രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കാൻ വന്നു. ഇവിടെ മത്സരിക്കുന്നത് ഇടതുപക്ഷത്തോട് മത്സരിക്കാൻ വന്ന രാഹുൽ ഗാന്ധി പരസ്യമായി പറയാണ്, ഇടതുപക്ഷത്തെ കുറിച്ച് അക്ഷരം എതിരായിട്ട് പറയില്ല. നിങ്ങൾ മത്സരിക്കാൻ വന്നത് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ പറ്റുമോ നോക്കാനാണല്ലോ. ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ നോക്കുമ്പോ അത്തരം മത്സരിക്കുമ്പോ രാജ്യത്ത് നൽകുന്ന സന്ദേശം എന്താ? ഇടതുപക്ഷം പരാജയപ്പെടുത്തേണ്ടതാണ്. വാക്കും പ്രവൃത്തിയും തമ്മിൽ പൊരുത്തമില്ലാത്ത പാപ്പരായ നേതാവാണ് രാഹുൽ ഗാന്ധിയെന്ന് CPIM പൊളിറ്റ് ബ്യൂറോ അംഗം S രാമചന്ദ്രൻ പിള്ള. രാഹുൽ ഗാന്ധിയും രമേശ് ചെന്നിത്തലയും തമ്മിൽ തർക്കം തുടങ്ങിയെന്നും തർക്കം ഇനിയും മൂർച്ഛിക്കുമെന്നും SRP പറഞ്ഞു. CPIMനെതിരെ ഒന്നും പറയാനില്ലെന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിന് വിരുദ്ധമായി നിലപാട് സ്വീകരിച്ച ചെന്നിത്തലയുടെ നടപടിയോട് പ്രതികരിക്കുകയായിരുന്നു SRP. അതായത് ചെന്നിത്തലയും രാഹുലും തമ്മിൽ തർക്കം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ശക്തിപ്പെടും, ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഈ കേരളത്തിലെ പല കോൺഗ്രസ് നേതാക്കന്മാർക്കും രാഹുൽ വന്നതിൽ വലിയ തർക്കമുണ്ട്. രാഹുൽ വരാനിട വന്നത് തന്നെ തർക്കത്തെ തുടർന്നാണ്. ആ തർക്കം ഇനിയും മൂർച്ഛിക്കും. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ കാതലായ പ്രശ്നങ്ങൾ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് അറിയില്ലെന്ന് CPI ദേശീയ നിർവാഹക സമിതി അംഗം ബിനോയ് വിശ്വം MP പറഞ്ഞു. യഥാർത്ഥ ദേശീയ വിഷയങ്ങൾ മനസ്സിലാക്കാതെയാണ് കോൺഗ്രസ് നിലപാടുകൾ സ്വീകരിക്കുന്നത്. രാഷ്ട്രീയത്തിലെ തങ്ങളുടെ മുഖ്യ ശത്രുവിനെ തിരിച്ചറിയാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല എന്നും ബിനോയ് വിശ്വം കാസർഗോഡ് പ്രതികരിച്ചു. ഗൗരവമായ സാന്നിധ്യം പോലും ആകാത്ത ഈ കേരളത്തിൽ വന്നു രാഹുൽ ഗാന്ധി പറയുന്ന രാഷ്ട്രീയം സത്യം പറഞ്ഞാൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ വ്യക്തതയില്ലായ്മയുടെ തെളിവാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കോൺഗ്രസിന് ഇപ്പോഴും അറിയില്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ കാതലായ പ്രശ്നം എന്താണ്, ഈ രാജ്യം നേരിടുന്ന വെല്ലുവിളികളുടെ അടിസ്ഥാനം എന്താണ്. അത് അറിയാത്ത ആളെ പോലെയാണ് കോൺഗ്രസ് അധ്യക്ഷൻ ഇപ്പോൾ രാഷ്ട്രീയം പറയുന്നത്. ഇതാണ് വിഷയം. പണക്കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ മാറ്റബോധനം കൊണ്ട് എല്ലാം മഹാസംഭവം പോലെ എന്തോ ഒന്നാണ് എന്ന് വരുത്തി തീർക്കാൻ രാഹുലിൻ്റെയും പ്രിയങ്കയുടെയും വരവ് ഇന്നലെ ലക്ഷ്യം വെച്ചുവെങ്കിൽ പോലും അതിനപ്പുറത്ത് അടിസ്ഥാനപരമായ ഈ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ വിഷയങ്ങളെപ്പറ്റി പറയാൻ, അതേപ്പറ്റി ആഴത്തിൽ ചിന്തിക്കാൻ കോൺഗ്രസ് പരാജയപ്പെട്ടുവെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടി വരിക. മുസ്ലിം വർഗീയ സംഘടനകളോട് അനുഭാവ സമീപനമുള്ള ലീഗ് വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണെന്ന് CPIM പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബി അഭിപ്രായപ്പെട്ടു. എന്നാൽ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പ്രസ്താവന കൂടുതൽ അപകടകരമായ വർഗീയതയുണ്ടാക്കാനാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതുകൊണ്ട് കോൺഗ്രസിന്റെ വർഗീയ വിരുദ്ധ നിലപാടുകളെ ദുർബലപ്പെടുത്തുകയാണ് ചെയ്യുന്നതെന്നും MA ബേബി മലപ്പുറത്ത് പ്രതികരിച്ചു. പോപ്പുലർ ഫ്രണ്ടും SDP-യും മറ്റും നടത്തുന്ന ഇത്തരത്തിലുള്ള വർഗീയ പ്രവർത്തനങ്ങളോട് ഒരു അനുഭാവപൂർണമായ സമീപനം പിന്തുടരുന്നു എന്ന അർത്ഥത്തിൽ ലീഗ് വളരെ വിമർശിക്കപ്പെടേണ്ട തരത്തിലുള്ള തെറ്റായ ഒരു രാഷ്ട്രീയ പാതയാണ് പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ആദിത്യനാഥിന്റെ വിമർശനം എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ കൂടുതൽ തീവ്രമായി വർഗീയ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കാനുള്ള സംഘപരിവാറിന്റെ ഒരു ഗൂഢ പദ്ധതി അതിന്റെ ഭാഗമായിട്ട് വേണം കാണാൻ. ക്യാൻസർ ജലദോഷത്തെ കുറ്റം പറയുന്നത് പോലെയാണ് ആദിത്യനാഥ് മുസ്ലിം ലീഗിന്റെ വർഗീയതയെ കുറ്റം പറയുന്നത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കാൻ തീരുമാനിച്ചത് പല തലങ്ങളിൽ കോൺഗ്രസിന്റെ വർഗീയ വിരുദ്ധ നിലപാടിനെ ദുർബലപ്പെടുത്തും എന്നത് CPIM വളരെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ എറണാകുളം പ്രത്യേക CBI കോടതിയിൽ പ്രാഥമിക വാദം ആരംഭിച്ചു. നടിയുടെ ഹർജിയും കേസിന്റെ പ്രത്യേക സ്വഭാവവും പരിഗണിച്ച കോടതി
രഹസ്യ വിചാരണയ്ക്കുള്ള അനുമതി നൽകി. അതേസമയം നടിയുടെ സ്വകാര്യതയെ ബാധിക്കാത്ത രേഖകൾ പ്രതികൾക്ക് നൽകാമെന്ന് പ്രതികളുടെ ഹർജി പരിഗണിച്ച് കോടതി വ്യക്തമാക്കി. പ്രതികൾക്കെതിരെ പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടിയ തെളിവുകളും കുറ്റങ്ങളും നിലനിൽക്കുമോ എന്നാണ് കോടതി പരിശോധിക്കുന്നത്. ഇതു സംബന്ധിച്ച പ്രോസിക്യൂഷന്റെയും പ്രതികളുടെയും വാദം കേട്ട ശേഷം കോടതി വിധിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ദിലീപിനെയും മറ്റു പ്രതികളെയും കുറ്റം ചുമത്തിയുള്ള വിചാരണ നടപടികൾ ആരംഭിക്കുന്നത്. ദിലീപ് ഒഴികെയുള്ള ബാക്കി എല്ലാ പ്രതികളും കൊച്ചിയിലെ പ്രത്യേക CBI കോടതിയിൽ ഇന്ന് നേരിട്ട് ഹാജരായിരുന്നു. കേസിൽ മറ്റു രേഖകൾ കിട്ടാനുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി പ്രതികൾ സമർപ്പിച്ച ഹർജിയും കോടതി പരിഗണിച്ചു. നടിയുടെ സ്വകാര്യതയെ ബാധിക്കാത്ത കേസ് രേഖകൾ പ്രതികൾക്ക് നൽകുന്നതിൽ തടസ്സമില്ലെന്ന് കോടതി വ്യക്തമാക്കി. കേസിലെ പ്രധാന തെളിവുകളായ മെഡിക്കൽ റിപ്പോർട്ടും ദൃശ്യങ്ങളും ആവശ്യപ്പെട്ട് ദിലീപ് നൽകിയ ഹർജി അടുത്ത മാസം 1 പരിഗണിക്കാൻ സുപ്രീം കോടതി മാറ്റിവെച്ചിരുന്നു. എന്നാൽ ഈ സുപ്രധാന രേഖകൾ നടിയുടെ സ്വകാര്യതയെ ബാധിക്കുന്നവയാണ് എന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. ഹർജി പരിഗണിക്കുന്നതുവരെ ദിലീപിനെതിരെ കുറ്റം ചാർത്തരുതെന്ന പ്രതിഭാഗത്തിന്റെ ആവശ്യം പ്രോസിക്യൂഷൻ എതിർത്തു. ഹർജി സംബന്ധിച്ച സുപ്രീം കോടതിയിലെ നടപടികളുടെയും കുറ്റപത്രത്തിലെ പ്രാഥമിക വാദത്തെയും അടിസ്ഥാനമാക്കിയാകും വിചാരണ തുടങ്ങുന്ന തീയതി കോടതി തീരുമാനിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പാകിസ്ഥാന്റെ F-16 വിമാനം തകർത്തെന്ന ഇന്ത്യയുടെ വാദം തള്ളി അമേരിക്കൻ സൈനിക വൃത്തങ്ങൾ. പാകിസ്ഥാന് നൽകിയ വിമാനങ്ങളുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടില്ലെന്ന് US പ്രതിരോധ വൃത്തങ്ങൾ പരിശോധിച്ച് സ്ഥിരീകരിച്ചെന്ന് അമേരിക്കൻ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. പുൽവാമ ആക്രമണത്തെ തുടർന്ന് രൂക്ഷമായ ഇന്ത്യ പാക് സംഘർഷ സമയത്ത് അതിർത്തി കടക്കാൻ ശ്രമിച്ച പാകിസ്ഥാൻ വിമാനത്തെ തകർത്തെന്നാണ് ഇന്ത്യ വ്യക്തമാക്കിയത്. അമേരിക്കൻ നിർമ്മിത F-16 വിമാനത്തിൽ ഉപയോഗിക്കുന്ന അമ്രാം മിസൈൽ അവശിഷ്ടങ്ങൾ ഇന്ത്യ പ്രദർശിപ്പിക്കുകയും ചെയ്തു. എന്നാൽ F-16 വിമാനം തകർന്നിട്ടില്ലെന്ന് US സൈനിക വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നു. മറ്റൊരു രാജ്യത്തിന് നേരെ ഉപയോഗിക്കരുതെന്ന ഉപാധികളോടെ നൽകിയ F-16 വിമാനങ്ങളെല്ലാം പാകിസ്ഥാന്റെ പക്കലുണ്ടെന്ന് US പ്രതിരോധ വിഭാഗം അറിയിച്ചെന്ന് അമേരിക്കൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തു. വിമാനം വെടിവെച്ചിട്ടെന്ന ഇന്ത്യൻ അവകാശവാദത്തിനു പിന്നാലെ പാകിസ്ഥാൻ അമേരിക്കയെ വിമാനം പരിശോധിക്കാൻ ക്ഷണിച്ചിരുന്നു. പാകിസ്ഥാനിലെത്തി F-16 വിമാനങ്ങൾ അമേരിക്ക എണ്ണി തിട്ടപ്പെടുത്തിയെന്നാണ് അമേരിക്കൻ മാധ്യമത്തിന്റെ റിപ്പോർട്ട്. MiG-21 ഉപയോഗിച്ച് അഭിനന്ദൻ വർത്തമാനാണ് പാകിസ്ഥാൻ വിമാനം തകർത്തത്. പാക് അതിർത്തിക്കുള്ളിൽ വിമാനം വീഴുന്നതിന് സാക്ഷികളുണ്ട്. ഇലക്ട്രോണിക് അവശിഷ്ടങ്ങൾ ഇന്ത്യ കണ്ടെടുത്തെന്നും വിദേശകാര്യ മന്ത്രാലയം അന്ന് പറഞ്ഞിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. തെരഞ്ഞെടുപ്പ് ബോണ്ടിനെതിരായ ഹർജികൾ പരിഗണിക്കുന്നത് സുപ്രീം കോടതി ഏപ്രിൽ 10 മാറ്റി. മോദി സർക്കാർ പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പ് ബോണ്ട് സമ്പ്രദായത്തിനെതിരെ CPIM അടക്കമുള്ള വിവിധ സംഘടനകളാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നത്. ഏപ്രിൽ 10 കേസിൽ വിശദമായ വാദം കേൾക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഉത്തരവിട്ടു. കേന്ദ്ര ഭരണകക്ഷിക്ക് കോർപ്പറേറ്റ് ഫണ്ട് ലഭിക്കുന്നതിനുള്ള മാർഗമാണ് നിലവിലെ തെരഞ്ഞെടുപ്പ് ബോണ്ട് സമ്പ്രദായം എന്നാണ് CPIM അടക്കമുള്ള ഹർജിക്കാരുടെ വാദം. നിലവിലെ സംവിധാനം മാറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മേൽനോട്ടത്തിൽ ഫണ്ട് സമാഹരിച്ച് തെരഞ്ഞെടുപ്പ് ഫണ്ടിംഗ് നടത്തണം എന്നാണ് CPIMന്റെ ആവശ്യം. നാഷണൽ ഹെറാൾഡ് പത്രം പ്രവർത്തിക്കുന്ന ദില്ലിയിലെ കെട്ടിടം ഒഴിയണമെന്ന വിധി സുപ്രീം കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തു. ഫെബ്രുവരി 28 ദില്ലി ഹൈക്കോടതി വിധിക്കെതിരെ നാഷണൽ ഹെറാൾഡ് ഹൌസ് പാട്ടത്തിനെടുത്ത അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് നഗരവികസന മന്ത്രാലയത്തിന് നോട്ടീസ് അയച്ചു. പാട്ടക്കരാർ വ്യവസ്ഥകൾ ലംഘിച്ചെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അസോസിയേറ്റഡ് ജേണലിനോട് കെട്ടിടം ഒഴിയാൻ അധികൃതർ ആവശ്യപ്പെട്ടത്. ഇതിനെതിരെ ദില്ലി ഹൈക്കോടതിയെ സമീപിച്ച കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡ് സുപ്രീം കോടതിയിൽ എത്തിയത്. പ്രശസ്ത ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആനന്ദവല്ലി അന്തരിച്ചു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കുറച്ചുനാളായി ചികിത്സയിലായിരുന്നു. വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട്. ഷീജ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ആനന്ദ് പ്രശസ്ത ഡബ്ബിംഗ് ആർട്ടിസ്റ്റും നടിയുമായിരുന്നു ആനന്ദവല്ലി. 62 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ഇപ്പോൾ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. ഏറെ നാളായി വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. നമുക്കറിയാം, മലയാളത്തിലെ മുൻനിര നായികമാർക്കടക്കം ഒട്ടനവധി പേർക്കാണ് ആനന്ദവല്ലി തന്റെ ശബ്ദം നൽകിയിട്ടുള്ളത്. മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനുള്ള സംസ്ഥാന സർക്കാരിന്റെ ചലച്ചിത്ര പുരസ്കാരമടക്കം നിരവധി അംഗീകാരങ്ങളും ആനന്ദവല്ലിയെ തേടിയെത്തിയിട്ടുണ്ട്. കൊല്ലം സ്വദേശിയാണ്. അവർ ആദ്യകാലം മുതൽ തന്നെ KPSCയുടെ ഭാഗമായി പ്രവർത്തിച്ചിരുന്നു. തുടർന്നാണ് സിനിമാ രംഗത്തേക്ക് എത്തുന്നത്. ഏതായാലും മഴത്തുള്ളിക്കിലുക്കം എന്ന സിനിമയിൽ ശാരദയ്ക്ക് വേണ്ടിയാണ് അവർ അവസാനമായി സിനിമയിൽ ഡബ് ചെയ്തത്. തുടർന്ന് ടെലിവിഷൻ സീരിയലുകൾക്ക് വേണ്ടിയും ശബ്ദം നൽകിയിട്ടുണ്ട്. ഓൾ ഇന്ത്യ റേഡിയോയിൽ അനൗൺസറായും അവർ ജോലി ചെയ്തിട്ടുണ്ട്. ഏണിപ്പടികൾ എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് ആനന്ദവല്ലി അരങ്ങേറ്റം കുറിക്കുന്നത്. 1974
ദേവി കന്യാകുമാരി എന്ന ചിത്രത്തിൽ രാജശ്രീക്ക് ശബ്ദം നൽകിയാണ് അവർ ഡബ്ബിംഗ് മേഖലയിലേക്ക് കടക്കുന്നത്. 1992 ആധാരം എന്ന ചിത്രത്തിൽ ഗീതയ്ക്ക് വേണ്ടി ശബ്ദം നൽകിയാണ് സംസ്ഥാന സർക്കാരിന്റെ ചലച്ചിത്ര പുരസ്കാരം നേടുന്നത്. ഏതായാലും ഇപ്പോൾ ഏറെ മലയാള സിനിമയ്ക്കടക്കം വലിയ സംഭാവനകൾ നൽകിയ ഒരു മഹത് വ്യക്തിത്വം തന്നെയാണ് ഇപ്പോൾ നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നത്. അവരുടെ മൃതദേഹം ഇപ്പോഴും തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ തന്നെയാണ് ഉള്ളത്. മറ്റു കാര്യങ്ങൾ ഇനി തീരുമാനിക്കപ്പെടേണ്ടതാണ്. ശരി ശരി ഷീജ. പ്രമുഖ കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയ ആനന്ദവല്ലി ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വിശദാംശങ്ങളാണ് ഷീജ നൽകിയത്.